ആന്റി, ഇന്ന് അമ്പലത്തിൽ പോയി വന്നപ്പോൾ മുതൽ ഞാൻ ആന്റിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ആരുടെയും കണ്ണിൽ പെടാതെ, ആരോടും മനസ്സ് തുറന്ന് സംസാരിക്കാതെ ഒരു തരം ഒളിച്ചുകളി. എന്തെങ്കിലും മറക്കുന്നുണ്ടോ ആന്റി എന്നിൽ നിന്ന്? ഞാൻ നൊന്ത് പ്രസവിച്ച മകൻ എവിടെയാണെന്നറിയാതെ അലഞ്ഞു തിരിഞ്ഞു നടന്ന കാലത്ത് എനിക്കൊരു ജീവിതവും പിന്നെ മരണവും കൺമുന്നി വന്നു നിന്നപ്പോ എന്റെ ജീവിതം തിരികെ തന്നവളാ മോളെ നീ. നിന്നോട് എനിക്കൊന്നും മറക്കാൻ പറ്റില്ല. പക്ഷേ ചിലതൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു ശ്വാസം മുട്ടലുണ്ട്. ആ CKCയുടെ കാര്യം ആന്റി ഇപ്പോഴും മറന്നിട്ടില്ലേ? അയാളുടെ കാര്യം ഞാൻ മനഃപൂർവ്വം മറന്നു കളഞ്ഞതാ. പക്ഷേ അയാൾ എന്നെ മറന്നിട്ടില്ല. ഇന്നലെ രാത്രി CKC എന്നെ പലവട്ടം വിളിച്ചിരുന്നു. ഞാൻ എടുത്തില്ല. പക്ഷേ അയാൾ നിർത്തില്ലെന്ന് തോന്നിയപ്പോ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അയാൾക്ക് എന്നെ കാണണമെന്നായിരുന്നു ആവശ്യം. നടക്കില്ലെന്ന് തീർത്തു പറഞ്ഞതാ ഞാൻ. പക്ഷെ വീട് കണ്ടുപിടിച്ച് ഇവിടേക്ക് എത്തുമെന്ന് അയാൾ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്തായാലും കാണാമെന്ന് സമ്മതിക്കേണ്ടി വന്നു എനിക്ക്. ഇന്ന് ഞാൻ അമ്പലത്തിലേക്ക് തനിച്ചു പോയത് CKCയെ കാണാനാ. ഞാനിന്ന് CKCയെ കണ്ടു, തനിച്ച്. ഒരുപാട് നന്ദിയുണ്ട് നിർമ്മലെ. എന്തിനാ ഇപ്പൊ എന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത്? വാശിയല്ല, വാശി പിടിക്കാനുള്ള അവകാശവും എനിക്കിപ്പോ ഈ ഭൂമിയിലില്ല. ഒരസുഖം വന്ന് നമ്മുടെ ആയുസ് അറ്റുപോകുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണ് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തെറ്റുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. നമ്മളെന്ന് പറയണ്ട, നിങ്ങൾ അങ്ങനെ ആയിരിക്കും. സത്യം നീ പറഞ്ഞത്. എന്നെപ്പോലൊരു മഹാപാപി ഈ പ്രപഞ്ചത്തിൽ കാണില്ല. യഥാർത്ഥ പ്രണയം തന്നവളെ ചതിച്ചു കളഞ്ഞവനാ ഞാൻ. സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ കൊന്നുകളയാൻ ആവശ്യപ്പെട്ടവനാ. നിന്റെ പുറകെ നടന്ന് നിന്നെ ദ്രോഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ദ്രോഹിച്ചവനാ ഞാൻ. എനിക്കിപ്പോ ഈ ഭൂമിയിൽ ശത്രുക്കളില്ല നിർമ്മലെ. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴാണ് ശത്രുക്കളുള്ളത്. ഒരാളുടെ മരണദിനം കുറിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ദിവസം തന്നെ അയാൾ ശരിക്കും മരിച്ചു കഴിയും. ഒരർത്ഥത്തിൽ നിന്റെ മുന്നിൽ നിൽക്കുന്നത് വെറും ശവമാ. മാപ്പിരക്കാനല്ലാതെ ഒന്നിനും ത്രാണിയില്ലാത്ത വെറും ശവശരീരം. ചെയ്തു പോയ തെറ്റുകൾക്ക് മുഴുവൻ ഞാൻ നിർമ്മലയുടെ കാലു പിടിച്ച് മാപ്പ് ചോദിക്കുന്നു. എന്തേ കാണിക്കുന്നേ? എഴുന്നേക്ക്. ക്ഷമിക്കണം നിർമ്മലെ. ജീവനെടുക്കാൻ പുറകെ നടന്നവന് ജീവൻ ദാനം കൊടുത്തവളാ നീ. അധിക ദിവസത്തേക്കൊന്നും ഇല്ലായെങ്കിലും ചെയ്തു പോയ സർവ്വ തെറ്റുകൾക്കും പ്രായശ്ചിത്തം ചെയ്യാൻ ഒരവസരമായി 180 ദിവസം ദാനം തന്നു നീയാ. ആ നിന്റെ മുന്നിലല്ലാതെ പിന്നെ ആരുടെ മുമ്പിലാണ് ഞാൻ മാപ്പിരക്കേണ്ടത്? എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞൂടെ നിനക്ക്? പ്ലീസ് നിർമ്മലെ. ഇത് നിങ്ങളുടെ പുതിയ നാടകമാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട് CKC. അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ വിശ്വസിക്കാനോ നിങ്ങളോട് ക്ഷമിക്കാനോ എനിക്കാവില്ല. മരണം മുന്നിൽ കാണുന്ന എനിക്ക് ഇനി എന്റെ മനസ്സ് തുറന്നു കാട്ടാൻ എന്താ വഴിയെന്നറിയില്ല. പക്ഷെ എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ. ഒരു കാര്യം ചെയ്യും. വാ.
പ്ലീസ് എൻ്റെ കൂടെ വാ. ദൈവമേ, വെറും 6 മാസം മാത്രം ഈ മണ്ണിൽ കഴിച്ചു കൂട്ടാൻ അവകാശമുള്ള ഒരുത്തനാ ഞാൻ. ഏതു നേരവും നിലയ്ക്കാവുന്നൊരു നാവ് കൊണ്ടാ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ചെയ്തു പോയ പാപങ്ങൾക്ക് മുഴുവൻ പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു അവസരം നീ എനിക്ക് തരണേ ഭഗവാനെ. ഇനിയുള്ള കാലം ഞാൻ എൻ്റെ നാവ് കൊണ്ട് വെറുതെ പോലും ഒരു കള്ളം പറയില്ല. മറ്റൊരാൾക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ മിണ്ടില്ല. സത്യമല്ലാതെ ഞാൻ ഇനി ഒരു അക്ഷരം ഉരിയാടില്ല. എന്റെ ജീവിതത്തിൽ പശ്ചാത്താപമല്ലാതെ വേറെ ഒന്നുമില്ല. ഉള്ളു നിറയെ കുറ്റബോധവും സ്നേഹവും മാത്രമാണ്. വെറുപ്പും മത്സരവും ഒരാളോടുമില്ല. എനിക്കിനി ജയിക്കേണ്ട. സമാധാനത്തോടെ ഒന്ന് കണ്ണടയ്ക്കാൻ മാത്രമുള്ള പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നിർമ്മലയുടെ ജീവിതത്തിൽ എന്നോട് 2 കാര്യങ്ങൾ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതറിയോ നിർമ്മലയ്ക്ക്? അതിലൊന്ന്, നിന്റെ വയറ്റിൽ എൻ്റെ കുഞ്ഞ് പിറന്നുവെന്ന് അറിഞ്ഞതിന് ശേഷം ഒരു താലിച്ചരടുമായി വന്ന് അതെൻ്റെ കഴുത്തിൽ കെട്ടിത്തരണമെന്ന് നീ ആവശ്യപ്പെട്ടതായിരുന്നു. ആ ആവശ്യം ഞാൻ കേട്ടതായി പോലും നടിച്ചില്ല. നിന്റെ കയ്യിൽ നിന്നും ആ താലിച്ചരട് തട്ടിയെടുത്ത് ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞ് പോയി ചാകാൻ പറഞ്ഞ് ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഓടി മറഞ്ഞു. പിന്നെ 30 വർഷങ്ങൾക്ക് ശേഷം ഒരാവശ്യവുമായി നീ വീണ്ടും എൻ്റെ മുമ്പിൽ വന്നു. ഗൗതമനെയും നിധിയെയും ഉപദ്രവിക്കരുതെന്ന് പറയാൻ. നിനക്ക് അവരോടുള്ള കടപ്പാടെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ആവശ്യത്തിൽ ഒരു ആത്മാർത്ഥതയുണ്ടെന്ന് എനിക്കിപ്പോൾ ബോധ്യായി. അതുകൊണ്ട് ഇവിടെ വെച്ച്, ഈ ദൈവസന്നിധിയിൽ വെച്ച് ഞാൻ നിനക്ക് സത്യം ചെയ്തു തരുന്നു. എന്റെ ഉള്ളു തുറന്ന് കാണിക്കാൻ ഇതല്ലാതെ എന്റെ മുന്നിൽ വേറെ മാർഗമില്ല. ദൈവസത്യമായിട്ട്, എന്റെ മരണം കുറിച്ച് വെച്ച ഭഗവാൻ സത്യമായിട്ട്, എന്റെ മുന്നിൽ നിൽക്കുന്ന നിർമ്മല എന്ന നീ സത്യമായിട്ട്,